വർക്ക് എനർജി പവർ. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് വർക്കിനെ പറ്റിയാണ്. സോ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയൊക്കെ ചെയ്താലാണ് അത് വർക്ക് എന്ന് പറയുക, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് ഈസി ആയിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു സോഫ പുഷ് ചെയ്യാണ്. നമ്മൾ മാക്സിമം ഫോഴ്സ് കൊടുത്തിട്ട് പുഷ് ചെയ്യുമ്പോൾ അവിടെ സോഫയ്ക്കൊരു മൂവ്മെൻറ്റ് വരില്ലേ, അപ്പം നമ്മൾ വർക്ക് ചെയ്തെന്ന് പറയുമോ? എന്താ പറയുക? അപ്പം നമ്മൾ അവിടെ ഒരു വർക്ക് ചെയ്തെന്ന് പറയും. ഓക്കെ അല്ലേ? അതുപോലെ നമ്മളൊരു ബോൾ വന്നിട്ട് ഹിറ്റ് ചെയ്ത് ബാറ്റ് കൊണ്ട്, അപ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്തത് ആ ഡയറക്ഷനിലല്ലേ ബോൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബോളിനെ ഉന്തുന്ന ഡയറക്ഷനിലോട്ടല്ലേ ബോൾ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ എന്ത് ചെയ്ത് അവിടെ വർക്ക് നടന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു സംഭവമാണ് ട്രോളി പുഷ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ട്രോളി പുഷ് ചെയ്യുമ്പോൾ ട്രോളി പുഷ് ചെയ്യുന്ന സൈഡിലോട്ടാണോ പോവുക, അല്ലെങ്കിൽ ട്രോളി ബാക്കോട്ടാണോ പോവുക? അല്ലല്ലോ, എങ്ങോട്ടാണോ നമ്മൾ ട്രോളി പുഷ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിലോട്ടായിരിക്കും ട്രോളി മൂവ് ചെയ്യുക. അപ്പോൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ വർക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും ചോദിച്ചാൽ അയാൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയണം. ഓക്കെ അല്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഒരു ചുമര് വന്നിട്ട് നന്നായിട്ട് പുഷ് ചെയ്തു. നിങ്ങൾ മാക്സിമം എനർജി, മാക്സിമം ഫോഴ്സൊക്കെ എടുത്തിട്ട് പുഷ് ചെയ്തു. അവിടെ ചുമരിന് ഒരു മൂവ്മെൻറ്റ് നടന്നില്ല. അപ്പം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ കുറേ എനർജി കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ മാക്സിമം ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവിടെ ഒരു മൂവ്മെൻറ്റും സംഭവിച്ചിട്ടില്ല. സാധനം ചുമര് അവിടെ തന്നെ ഉണ്ട്, വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ അവിടെ എന്താണ്? അവിടെ ഒരു വർക്ക് ചെയ്തിട്ടില്ല. അടുത്തൊരു എക്സാമ്പിൾ നിങ്ങൾ നോക്കി. സോ ഈ ഇതെന്ന് പറയുന്നത്, ഒരാൾ വന്നിട്ട് ഒരു ലോഡ് ചുമന്നിട്ട് നടന്നുകൊണ്ട് പോവാണ്. സോ അയാൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ഒബ്വിയസ്ലി നിങ്ങൾ പറയും യെസ് എന്ന്. പക്ഷേ ഫിസിക്സിൽ പറയുമ്പോൾ അയാൾ വർക്ക് ചെയ്യുന്നില്ല. എന്തുകൊണ്ടായിരിക്കും വർക്ക് ചെയ്യാത്തത്? അതൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. എനിവേ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഡയറക്ഷനിലോട്ടാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷൻ്റെ നേരെയാണ് ഫോഴ്സ്, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണോ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് അതേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇവിടെ നമ്മൾ നടക്കുന്നത് എങ്ങോട്ടാണ്? നേരെയാണ്. പക്ഷേ ലോഡ് എവിടെ? മുകളിലല്ലേ ഉള്ളത്. ലോഡിന് വലിയ മൂവ്മെൻ്റ് ഒന്നും വരുന്നില്ലല്ലോ, നമ്മളല്ലേ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പം അവിടെ ഉള്ളത് 0 ആയിരിക്കും. അപ്പോൾ അവിടെ വർക്ക് ഡൺ ഇല്ല. പക്ഷെ നമുക്ക് ശരിക്കും പറയുമ്പോൾ എന്താണ്? അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒബ്വിയസ്ലി എന്താണ്? അയാൾ വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെയുള്ള ഒരു എക്സാമ്പിളാണ് ഈ ഒരു എക്സാമ്പിളും. ഇയാളും വർക്ക് ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഇയാളുടെ ഡയറക്ഷനിലല്ല, ഇയാളെ ഫോഴ്സും എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റും, അയാൾ നടക്കുന്നതും ഫോഴ്സ് കൊടുത്തതും ഒരേ ഡയറക്ഷനിലല്ല. അതുകൊണ്ട് തന്നെ സോ ഒബ്ജക്റ്റ് അണ്ടർഗോ ഡിസ്പ്ലേസ്മെൻറ്റ് ഓൺലി വെൻ ദ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഓൺ ഇറ്റ്. ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ഞാനൊരു ചെയറിനെ പുഷ് ചെയ്തു. ഒരു ചെയറിനെ ഞാൻ പുഷ് ചെയ്തപ്പോൾ അതെങ്ങോട്ടാണ് മൂവ് ചെയ്യുക? പുഷ് ചെയ്ത സൈഡിലോട്ടാണ് മൂവ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ ഒരു ടേബിൾ പുള്ള് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വലിച്ചു. അപ്പോൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? എൻ്റെ സൈഡിലോട്ടാണ് മൂവ് ചെയ്യുക, അല്ലേ? അതെ. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിന് നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? നമ്മൾ എവിടെയെങ്കിലും ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഇനി അങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന ഒരു സംഭവമാണ് നമ്മൾ ക്രിക്കറ്റിൻ്റെ ബോൾ അടിക്കുന്നത്, സോഫ പുഷ് ചെയ്യുന്നതൊക്കെ. അതുപോലെ നോ ഡിസ്പ്ലേസ്മെൻറ്റ്, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരു വാളിനെ പുഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ലോഡ് തലകേറ്റി നടക്കുന്നതൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കണില്ല. ഓക്കെ അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് ഇതിന് സീറോ വർക്ക് എന്നാണ് പറയുക. ഇപ്പോൾ വർക്ക് നടന്നിട്ടില്ലെങ്കിൽ 0 വർക്ക് എന്നും, ഫോഴ്സ് പുഷ് ചെയ്ത ഡയറക്ഷനിലാണ് നടന്നതെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് പോയതെങ്കിൽ അതിന് നമ്മൾ പോസിറ്റീവ് വർക്ക് എന്നാണ് പറയുക. നെഗറ്റീവ് വർക്ക് ഉണ്ട്, അതായത് നമ്മൾ പുഷ് ചെയ്തത് വേറെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നത് വേറെ ഡയറക്ഷനും ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് വർക്ക് എന്ന് പറയും. പക്ഷേ അത് നിങ്ങൾക്ക് ഇപ്പം പഠിക്കാനില്ല, അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് is said to be done only when a body undergoes displacement in the direction of applied force. So direction of applied forceൻ്റെ, അതായത് ഏത് ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണ് നിങ്ങൾ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നതെങ്കിൽ അവിടെ നമുക്ക് വർക്ക് ഡൺ ഉണ്ടെന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. രാമു വന്നിട്ട് ഒരു 30 കിലോഗ്രാമിൻ്റെ ബോക്സ് ഒരു 50 മീറ്റർ പുഷ് ചെയ്തു. അരുൺ വന്നിട്ട് 50 കിലോഗ്രാമിൻ്റെത് 50 മീറ്റർ പുഷ് ചെയ്തു. ആരായിരിക്കും കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടാവുക? നിങ്ങൾ പറ, കമൻ്റ് ഇട്ടെ. സോ
ആരാന്ന് ചോദിച്ചാൽ കൂടുതൽ ഫോഴ്സ് കൊടുത്തിട്ടുള്ള കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ട ഒരു അരുണായിരിക്കും. കാരണം അരുൺ 50 കിലോഗ്രാം ലോഡാണ് 50 മീറ്റർ പുഷ് ചെയ്യുന്നത്. അപ്പോൾ അരുണായിരിക്കും നന്നായിട്ട് ലോഡ് കൊടുക്കേണ്ടി വരും. ഇനി രോഹിത് വന്നിട്ട് ഒരു ബോക്സ് 50 കിലോഗ്രാമിൻ്റെ ബോക്സ്, ഈ രോഹിത്തിനെയും അരുണിനെയും കൂടി കമ്പയർ ചെയ്യും. 50 കിലോഗ്രാമിൻ്റെ ബോക്സ് വന്നിട്ട് 20 മീറ്റർ പുഷ് ചെയ്തിട്ടുള്ളൂ, ഇയാൾ 50 മീറ്റർ പുഷ് ചെയ്തു. അപ്പോൾ ആരായിരിക്കും കൂടുതൽ വർക്ക് ചെയ്തത്? അരുണായിരിക്കുമല്ലേ. കാരണം അരുൺ 50 മീറ്റർ വരെ ഈ 50 കിലോഗ്രാം പുഷ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കെങ്ങനെ ഈ വർക്ക് ചെയ്തെന്ന് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് കൂട്ടാം. എന്താണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഡബ്ല്യു പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്, എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, എസ് അവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ if a force F Newton is applied continuously on a body undergoes displacement. അപ്പോൾ അതായത് നമ്മളൊരു ഫോഴ്സ് ഇങ്ങനെ നന്നായിട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കും. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു വർക്ക് ഡൺ ഉണ്ടെന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് W=F×S എന്ന് പറയാം. ഓക്കെ, ഇനി യൂണിറ്റ് ഓഫ് വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ് പറഞ്ഞാൽ ജൂളാണ്, ജെ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. ഏത് പ്രോബ്ലം എഴുതുമ്പോഴും അതിൻ്റെ യൂണിറ്റ് എഴുതിയാലും നിങ്ങൾക്കൊരു മാർക്ക് എന്തായാലും കിട്ടും. ഓക്കെ, എന്നാൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്, എൻ എന്ന് എഴുതാം. ഇനി ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്ററാണ്, മീറ്ററിന് നമുക്ക് എം എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഈ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഫോഴ്സ് ഓഫ് 10 ന്യൂട്ടൺ ഇസ് അപ്ലൈഡ് കണ്ടിന്യൂസ്ലി ഓൺ എ ബോഡി. ഒരു ബോഡിയിൽ കണ്ടിന്യൂസ് ആയിട്ട് 10 ന്യൂട്ടൺ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് എത്രയാണ്? 10 ആണെന്ന് കിട്ടി. ഇനി ഇഫ് ദ ബോഡി അണ്ടർഗോസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് 2 മീറ്റർ, അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് 2 മീറ്റർ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ഫൈൻഡ് ഔട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വർക്ക് ഡൺ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇക്വേഷൻ എഴുതിയിരിക്കുക. വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അതെന്താണ്? 10 × 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അവിടുത്തെ വർക്ക് ഡൺ 20 ജൂൾ എന്ന് കിട്ടും. ഇത് ഫോഴ്സ് ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റർ ആണ്. 20 ജൂൾ എന്നോ അല്ലെങ്കിൽ 20 ന്യൂട്ടൺ മീറ്റർ എന്നോ എഴുതാം. കാരണം ന്യൂട്ടൺ ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ 20 ജൂൾ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കാം. ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു ബോക്സ് വെച്ചു. അപ്പം ആ ബോഡിയിൽ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടാകും. ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു ബോക്സ് വെച്ചാൽ ആ ബോക്സിന് താഴോട്ടൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരുന്നുണ്ട്. കാരണം ഇപ്പം നമ്മൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് താഴോട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ ബോക്സ്, ഈ ടേബിളിൻ്റെ മുകളിലുള്ള ബോക്സ് ഉണ്ടോ, ഈ ബോക്സിന് താഴോട്ടൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ഇതിനൊരു H ഹൈറ്റിലോട്ട് പൊക്കി, ഞാൻ ഇവിടം വരെ പൊക്കിയെടുത്തു. അപ്പോൾ അവിടെ എന്തോരം ഫോഴ്സ് ഉണ്ടായിരിക്കും? അവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്തായിരിക്കും? അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇതിൽ നോക്കാൻ പോകുന്നത്. സോ വെൻ എ ബോഡി ഈസ് റേസ്ഡ് ടു H ഹൈറ്റ്, നമ്മളൊരു ബോഡീനെ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ല, ആ ബോക്സിനെ ഞാൻ ഒരു H ഹൈറ്റിലോട്ട് പൊക്കി. അപ്പോൾ അവിടെ വർക്ക് ഡൺ ഉണ്ടാകും. എങ്ങനെയാണ് വർക്ക് ഡൺ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു വർക്ക് ഡൺ ഉണ്ട്. അപ്പം നമുക്ക് വർക്ക് ഡൺ എങ്ങനെ എഴുതാം? mgh എന്ന് എഴുതാം. എന്താണ് ഈ mgh എന്ന് പറഞ്ഞാൽ? എം എന്ന് പറഞ്ഞാൽ മാസ്, ആ ബോക്സിൻ്റെ മാസ് ആയിരിക്കും. ജി പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും എച്ച് ഹൈറ്റും ആയിരിക്കും. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് 10 മീറ്റർ/സെക്കൻഡ് എന്ന് എഴുതാം. ആക്ച്വലി ഇറ്റ് ഈസ് 9.8 മീറ്റർ/സെക്കൻഡ് ആണ്. പക്ഷെ നമുക്ക് ഇക്വേഷൻസിലും നിങ്ങൾ ചെറുതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 10 മീറ്റർ/സെക്കൻഡ് എഴുതിയാൽ തന്നെ മതിയാകും. ഓക്കെ, അപ്പം നമുക്ക് പ്രോബ്ലം ചെയ്താലോ? എ ബുക്ക് ഓഫ് മാസ് 10 gram ഇസ് റേസ്ഡ് ടു ടോപ്പ് ഓഫ് ടേബിൾ ഓഫ് ഹൈറ്റ് 1 മീറ്റർ. അപ്പോൾ അവിടുത്തെ എച്ച് 1 മീറ്ററാണ്. മാസ് എന്ന് പറയുന്നത് 100 gram ആണ് തന്നിട്ടുള്ളത്. ഇനി അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മളോട് 10 എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം എന്ത് എഴുതണം? ആദ്യം എപ്പോഴും ഇക്വേഷൻ എഴുതുക, W=mgh. അപ്പോൾ എം എത്രയാണ്? 100 ആണ്, ജി 1 ആണ്, ×1 × 10. അപ്പോൾ അവിടുത്തെ വർക്ക് ഡൺ എത്രയാണ്? 1000 ജൂളായിരിക്കും. അവിടുത്തെ വർക്ക് ഡൺ എത്രയാണ്? 1000 ജൂളാണ്. ഓക്കെ, മനസ്സിലായോ? mgh. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോഴ്സ് അവിടെ കൊടുത്തിട്ടുള്ള ഒരു ഫോഴ്സ് 50 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു കണ്ടിന്യൂസ്ലി ഓൺ എ ബോഡി. ഇറ്റ് അണ്ടർഗോ ഡിസ്പ്ലേസ്മെൻറ്റ്. അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് 2 മീറ്ററാണ്.
ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ്. അപ്പോൾ അവിടുത്തെ വർക്ക് ഡൺ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എപ്പോൾ എഴുതുമ്പോഴും വർക്ക് ഡൺ എന്താണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതുക. ഫോഴ്സ് എത്രയാണ് കൊടുത്തിട്ടുള്ളത് 50 Newton ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് 2 meter ആണ്. അപ്പോൾ നമുക്ക് 100 Joule എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ എത്രയാണ് 100 Joule. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ് 200 ആണെന്ന് തന്നിട്ടുണ്ട്. ഫോഴ്സ് 200 Newton ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു മാസ് തന്നിട്ടുണ്ട് 50 kilogram ആണ്. ഓക്കെ, if a 200 Newton is applied continuously on a table of mass 50 kilogram, 50 kilogram മാസ്സുള്ളൊരു ടേബിളിൽ 200 Newton അപ്ലൈ ചെയ്തു. അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. ഇറ്റ് അണ്ടർഗോസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് 0.5 meter. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ. സോ ഇവിടെ 3 സാധനം തന്നിട്ടുണ്ട്. ഇതിൽ മാസ് അല്ലെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള ഈ മാസ് എന്താണ് നമ്മളൊരു കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടാണ്. നമുക്ക് എന്ത് തന്നെ ഉപയോഗിക്കാം, വർക്ക് ഡൺ എന്ന് പറയുന്നത് എത്രയാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് ഉപയോഗിക്കാം. ഫോഴ്സ് എത്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 200 ആണ്. അവിടെ തന്നിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് 0.5 ആണ്. അപ്പം നമുക്ക് അവിടുത്തെ വർക്ക് ഡൺ എത്ര കിട്ടും, കാൽക്കുലേറ്റ് ചെയ്തേ 100 Joule എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഇഫ് ദ സെയിം ടേബിൾ, ആ ടേബിൾ തന്നെ ടേബിൾ ഏതാ ഓർമ്മയില്ലേ, മാസ് എത്രയായിരുന്നു തന്നെ 50 kilogram ആയിരുന്നു മാസ് തന്നത്. ഓക്കെ, 50 kilogram മാസുള്ള ആ ടേബിളിൽ നമ്മൾ റേസ് ചെയ്തു. ഒരു ഹൈറ്റ് 3 meter റേസ് ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം ജി തന്നിട്ടില്ലെങ്കിൽ ഏതെടുക്കണം എന്നാണ് പറഞ്ഞത് 10 meter/second എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടുത്തെ വർക്ക് ഡൺ എത്ര കണക്ക് കൂട്ടാം, ക്യാൻ ബി mgh എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എം എത്രയാണ് 50 kilogram ആണ്. ജി എത്രയാണ് 50 kilogram എന്ന് പറഞ്ഞാൽ 50,000 gram ആട്ടോ. അതൊന്ന് എഴുതണം, കാരണം ഇത് meter/second 50 ആണ്. പിന്നെ അവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 ആണ്. അവിടുത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 ആണ്. സോറി, എന്നോട് തെറ്റിപ്പോയിരുന്നു. എനിവേ 50 തന്നെ കൊടുത്താൽ മതി. 50 × 3 × 10 ചെയ്യാം. 50 × 3 എത്ര 150. 150 × 10 എത്രയാണ് 1500 Joule. സോ ഇത്രയുമാണ് ഇവിടുത്തെ വർക്ക് ഡൺ. സോ വർക്ക് ഡണ്ണിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂലേ? ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഒരു ബോക്സിനെ നോക്കി, ഈ ബോക്സിനെ ഞാൻ വലിക്കുകയാണ്. വെൻ എ ബോഡി ഇൻ ദ ഫ്ലോർ ഇസ് പുൾഡ്, ഇഫ് ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. ഇപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഞാൻ ഇപ്പോൾ പുൾ ചെയ്തപ്പോൾ എൻ്റെ സൈഡിലോട്ടാണ് വരുന്നത്. ഞാൻ വലിക്കുകയാണ്. ഇപ്പം വലിക്കുന്നുണ്ടോ, ഇവൻ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഇത് ഇങ്ങോട്ടാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ബോക്സിൽ ഏതൊക്കെ ടൈപ്പ് ഫോഴ്സസ് ഉണ്ട്? ഇതിപ്പോൾ ഇങ്ങോട്ട് വലിക്കുന്നതുകൊണ്ട് ഈ ഡയറക്ഷനായിരിക്കും പോസിറ്റീവായിരിക്കും ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തത്. പക്ഷേ ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. കാരണം നിലത്താകുമ്പം ഉരയുമ്പം അവിടെ ഒരു ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങോട്ട് പോകും, അത് നെഗറ്റീവായിട്ടായിരിക്കും ഉണ്ടാകുക. പിന്നെ അവിടെ എന്തുണ്ടാകും, ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാകും, പിന്നെ നോർമൽ ഫോഴ്സ് ഉണ്ടാകും. ഈ നോർമൽ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും 0 ആയിട്ട് പോകും. പക്ഷേ ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എപ്പോഴും പോസിറ്റീവും ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും നെഗറ്റീവ് ഫോഴ്സ് ആയിരിക്കും എന്നാണ് ഈ ഒരു ഇത് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. എന്തൊക്കെയാണ് പഠിച്ചെന്ന് ഓർമ്മ ഉണ്ടല്ലോ, എങ്ങനെയാണ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും. ആ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് അപ്ലൈ ചെയ്തതിൻ്റെ അതേ ഡയറക്ഷനിലാണെങ്കിൽ അവിടെ വർക്ക് ഡൺ ഉണ്ടാകും. ഓക്കെ അല്ലേ? സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു പോർഷൻ, അതായത് വർക്ക് എന്ന് പറയുന്നതിലുള്ളത്. സോ അടുത്ത വീഡിയോ എനർജി വരുന്നുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.